നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പള്ളി എന്നീ പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളിലും ഒരു കാറിനു മുകളിലും മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. നിരവധി ജാതി മരങ്ങളും വാഴകളും മറ്റ് കാർഷിക വിളകളും നശിച്ചു. ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിൽ. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടം നാശത്തിന്റെ വക്കിലെത്താൻ കാരണമായത്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത കാറ്റിലും മഴയിലും 1ാം നിലയിലെ പാരപ്പറ്റ് ഇടിഞ്ഞ് താഴേക്ക് വീണിരുന്നു. മാളയിൽ ഹോട്ടലിൽ മോഷണം. മൊബൈലും പണവും നഷ്ടപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. മാള ഇന്ദിരാഭവന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂണെത്തിക്കുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ കൂടുതൽ ജില്ലകളിലേക്ക്. മാർച്ചിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയ ലഞ്ച് ബെൽ 2ാം ഘട്ടമായി തൃശൂർ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ് എത്തുന്നത്. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ പുല്ലൂറ്റ് പ്രദേശത്ത് ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴിയടയ്ക്കാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ആഴ്ചയിലൊരിക്കലെന്ന പോലെ റോഡിലെ കുഴികളിൽ മണ്ണിട്ട് നാട്ടുകാരെ കബളിപ്പിക്കുന്നതിനുള്ള പ്രതിഷേധ സൂചകമായാണ് നാട്ടുകാർ കുഴിയടയ്ക്കൽ തടഞ്ഞത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിൽ പുല്ലൂറ്റ് നാരായണമംഗലത്ത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നഗരസഭ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് കൊടുങ്ങല്ലൂർ SC/ST ഫെഡറേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പുത്തഞ്ചിറ പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി NTA സ്ഥാനാർത്ഥി ചിന്നു സജീഷിന്റെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ കൊളുത്തൂർ ഗ്രാമസമിതിയുടെ സഹകരണത്തോടെ രാമായണ മാസമാചരണം നടത്തി. ഗ്രാമസമിതി പ്രസിഡന്റ് അരുൺകുമാർ വാകയിൽ അധ്യക്ഷത വഹിച്ചു. മേള കലാകാരൻ കൊടകര ഉണ്ണി രാമായണ സന്ദേശം നൽകി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ സൈലൻസ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.